ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ ഹിന്ദി ഇക്കായി ദോയിലെ 5ാമത്തെ ചാപ്റ്റർ സൂർദാസിന്റെ മേരേലാൽ എന്ന പദ്, സൂർദാസിന്റെ മേരേലാൽ എന്ന കീർത്തനത്തിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവയ്ക്കുള്ള ആൻസറുകൾ എഴുതാൻ പറ്റുന്ന ഒരു കോമൺ പാരഗ്രാഫാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മേരേലാൽ എന്ന സൂർദാസിന്റെ പദ്യത്തിലെ കോമൺ പാരഗ്രാഫിലേക്ക് പോകാം. മേരേലാൽ सूरदास कृष्ण भक्ति शाखा के प्रमुख कवि है. सूरदास कृष्ण भक्ति शाखയിലെ പ്രസിദ്ധനായ കവിയാണ്. सूर सागर से लिया गया एक पद है मेरे लाल. सूर സാഗറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കീർത്തനമാണ് मेरे लाल. यह श्री कृष्ण की बाल लीला का वर्णन है. ഇത് ശ്രീകൃഷ്ണന്റെ ബാലലീലയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. പുത്രക്കോ ദേഖ്കർ യശോദ ഹർഷ സേ പ്രഫുല്ല ഹോ ഉഠി. പുത്രനെ കണ്ടിട്ട് യശോദ മാതാവ് സന്തോഷം കൊണ്ട് പുളകിതയായിത്തീരുന്നു. കൃഷ്ണ കെ ദൂത് കെ ദാന്ത് ദേഖ്കർ. കൃഷ്ണന്റെ പാൽപ്പല്ലുകൾ കണ്ടിട്ട് അപ്നെ ശരീർ की സുധബുധ് ഭൂൽ ജാത്തി ഹേ. യശോദ തന്റെ ശരീരം പോലും മറന്നു പോകുന്നു. ഉനോംനെ നന്ദ കോ ബുലാക്കർ കഹാ കി. അവർ നന്ദഗോപരെ വിളിച്ചിട്ട് പറയുന്നു, സുന്ദർ ഔർ സുഖദായക ദൃശ്യ ദേഖൂ. മനോഹരവും സുഖം പ്രദാനം ചെയ്യുന്നതുമായ ഈ ദൃശ്യം വന്ന് കണ്ടു നോക്കൂ. നന്ദുഭി ബാഹറാക്കർ വഹ് ദൃശ്യ ദേഖ്കർ തൃപ്ത് ഹോ ജാതാ ഹെ. നന്ദഗോപരും പുറത്തു വന്ന് വഹ് ദൃശ്യ ദേഖ്കർ ആ ദൃശ്യം കണ്ടിട്ട് തൃപ്ത് ഹോ ജാതാ ഹെ തൃപ്തി അടയുന്നു. സൂർദാസ് कहता है कि सूरदास പറയുന്നു, नंदिने किलकारी मारते हुए कृष्ण के दांतों को देखा तो. നന്ദഗോപര് അരുമണി പല്ലുകാട്ടി ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെ ദാന്തോം കോ ദേഖാ തോ പാൽപ്പല്ലുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഐസാ ലഗാക്കി ഇപ്രകാരം തോന്നി, കമൽ പർ ബിജലി ഉഗ് ഐ ഹോ. താമരപ്പൂവിൽ വൈദ്യുതി വിളക്ക് തെളിയുന്നതാണോ എന്ന് തോന്നിപ്പോയി. അഥവാ താമരപ്പൂവിൽ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ അതിന്റെ പ്രകാശം എപ്രകാരമാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് തോന്നിപ്പോയി എന്നാണ് സൂർദാസ് ഈ വരികളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ പാരഗ്രാഫ് മേരേലാൽ എന്ന ആ ചാപ്റ്ററിൽ നിന്ന്, ആ കീർത്തനത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും, അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ടിപ്പണി ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും 6 or 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പാരഗ്രാഫ് വളരെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.
നന്ദി, നമസ്കാരം.